ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി തയ്യാറായി ഒരു യാത്ര പോവുകയാണ്. പോകുന്നത് താത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കതിര് ലക്ഷ്യമാക്കിയിട്ടാണ് യാത്ര പോകുന്നത്. മക്കൾക്ക് കതിര് എന്ന് പറഞ്ഞപ്പോഴാണ് ആവേശം കൂടിയത് കേട്ടോ. താത്താൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴല്ല അവർക്ക് ആവേശം, കതിരിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ആവേശം കൂടിയത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ചന്തക്കുന്നെത്തിയപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവർക്ക് ആവശ്യപ്പെട്ടത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി പൂക്കോട്ടുംപാടത്തേക്ക്. അപ്പോൾ റെയിൽവേ എത്തിയപ്പോൾ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്തൊന്നും ട്രെയിൻ കാണാറില്ല. അപ്പോൾ ഈ സമയത്ത് ട്രെയിൻ കണ്ടപ്പോൾ വളരെ സന്തോഷമായി കേട്ടോ. മക്കൾക്ക് ട്രെയിൻ കാണുന്നതിനേക്കാൾ ആവേശം എനിക്കാണ് കേട്ടോ. നേരെ പൂക്കോട്ടുംപാട് എത്തിയിട്ട് അവിടുന്ന് താത്താൻ്റെ വീട്ടിലേക്ക് നടന്നു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടന്നു പോയി ഞങ്ങൾ താത്താൻ്റെ വീട് എത്തിയപ്പോൾ അവിടെ പ്രതീക്ഷിച്ച കുട്ടികളല്ല, അതിലപ്പുറം മക്കളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിലെ എൻ്റെ താത്താൻ്റെ മക്കൾ എന്ന് പറയുന്നത് അത് വലിയത്താൻ്റെ കുട്ടിയാണ് കേട്ടോ. എൻ്റെ ഇവിടുത്തെ താത്താൻ്റെ കുട്ടി ഇതാ ഈ ടീഷർട്ട് ഇട്ട പോയി, പിന്നെ അതുപോലെ ഊഞ്ഞാലാട്ടി കൊടുക്കണേ യെല്ലോ ടീഷർട്ട് ഇട്ട പോയി. പിന്നെ അവിടെ ഒരു ടോയ് കണ്ടപ്പോൾ എല്ലാ മക്കൾക്കും അത് തലയിൽ വെക്കണം കേട്ടോ. ആകെ ഒന്നുണ്ടായിരുന്നുള്ളൂ, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മക്കൾക്കും അത് തലയിൽ വെക്കണം. അങ്ങനെ ഓരോരുത്തർ കൂടെ തലയിൽ ഇടിപ്പിച്ചൊരു വീഡിയോ എടുത്ത്. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴാണ് ആടിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ആടിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇളയക്കാൻ്റെ ഉമ്മ കൂട്ടിലൊക്കെ കയറി ആടുകൾക്ക് ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കണം. അപ്പോൾ ലിദൂസ് അതിന് മുമ്പേ കൂട്ടിൽ കയറിയിട്ടുണ്ട്. ലിദൂസിന് പിന്നെ ഈ വക സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് മക്കൾ കളി കഴിഞ്ഞ് മക്കൾ കുളിപ്പിച്ച് വൃത്തിയാക്കി ഞങ്ങൾ നേരെ കതിരിൽ പോവാണ്. കതിർക്ക് നടക്കാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ കതിരിക്ക് പ്രവേശിക്കാൻ ഒരു വലിയ ആൾക്ക് 20 രൂപയാണ് കേട്ടോ അവർ ചാർജ് ഈടാക്കണത്. അപ്പോൾ അങ്ങനെ മക്കൾക്കൊന്നും ക്യാഷ് വേണ്ട. ഈ ഒരു 20 രൂപക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കാണാം. പിന്നെ മക്കൾക്ക് എല്ലാത്തിലും കളിക്കാം കേട്ടോ. ഒന്നിലും ക്യാഷൊന്നും ആവശ്യമില്ല, അത് ഫ്രീ പാർക്കാണ്. പിന്നെ നമുക്ക് ബോട്ടിങ് വെള്ളത്തിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് വേണം. അതിന് മാത്രമേ ഇവിടെ ക്യാഷ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ ഈ ഒരു ചക്രം ഇങ്ങനെ ചവിട്ടാനൊക്കെ പറ്റും. ചില മക്കളൊക്കെ അതിൽ കയറി ചവിട്ടുന്നുണ്ടാകും. പക്ഷെ നമുക്കൊന്നും അധികം താല്പര്യമല്ല. ഇങ്ങനെ നടക്കണം, മക്കൾ ആവശ്യപ്പെടുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയ കുളം, ചെറുതല വലുത് തന്നെയാണ്, കുളം കാണുന്നുണ്ട് കേട്ടോ. അതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, ഇതിങ്ങനെ കാണാനേ പറ്റുള്ളൂ. പിന്നെ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചായ, കടി, ഐസ്ക്രീമൊക്കെ വേണമെങ്കിൽ അതിനുള്ള സ്ഥലം ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും പേടി വേണ്ട. ചായ, കടി, ഐസ്ക്രീം എല്ലാം കിട്ടും. ഫുഡ് കിട്ടില്ല കേട്ടോ, ചോറൊന്നും കിട്ടില്ല. ഈ ഒരു കാര്യം നമ്മുടെ കണ്ണിൽ ഫസ്റ്റ് തന്നെ പെടും കേട്ടോ. മക്കളെ കണ്ണിലും പെടും, നമ്മളെ കണ്ണിലും പെടും. ഇതിങ്ങനെ ഒരു പുഴുവിൻ്റെ ആകൃതിയിലുള്ള മക്കൾക്ക് കളിക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. അപ്പോൾ മക്കൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അന്ന് ഭയങ്കര പേടിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുട്ടുണ്ട്, പിന്നെ പേടിപ്പെടുത്തുന്നൊരു സൗണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കല്ല പേടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവിടെ പേടിയില്ലാതെ തന്നെ കയറി ഇറങ്ങിയിട്ടോ. അതിന് തൊട്ട് മേലെയായിട്ട് തന്നെ സ്ലൈഡ് ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട് കേട്ടോ. ചെറിയ മക്കൾക്ക് ചെറുതിൽ കയറാം, വലിയ മക്കൾക്ക് വലുതിൽ കയറാം, അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മക്കൾ കുതിര എവിടെയെന്ന് ചോദിച്ചത്. കതിരിൻ്റെ ഒരു പ്രത്യേകതയാണ് കുതിര. ഇതാണ് കതിരിലെ കുതിര. നല്ല ഭംഗിയുള്ളൊരു കുതിരയാണ്. മക്കൾ അപ്പോൾ സ്ലൈഡിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഒരുപാടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ, സ്ലൈഡായിട്ടും സീസോ, ഊഞ്ഞാലിൽ വലിയ ആളുകൾ ആടുന്നുണ്ട് കേട്ടോ. ചെറിയ മക്കൾ മാത്രമല്ല, വലിയ ആളുകൾക്ക് ഊഞ്ഞാലിൽ ആടാൻ പറ്റും. പക്ഷേ വലിയ ആളുകൾ കയറി കഴിഞ്ഞാൽ എണീറ്റ് തരില്ല കേട്ടോ. കാരണം അവരെണീറ്റ് തരുമ്പോഴത്തേനും ഒരുപാട് നേരമാവും, പിന്നെ നമുക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ആടുന്നവർ ആടിക്കോട്ടെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ആടാനൊന്നും പോയില്ല. പിന്നെ അവിടുത്തെ ഒരു കാഴ്ചയാണ് ഈ ഒരു ലവ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഈ കൂടുതൽ ഈ ദിവസം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടതുകൊണ്ട് അപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്തു, പാറിപ്പോയാൽ പണിയാമായിരുന്നു. അപ്പോൾ സ്കൈ ബ്ലൂ അതുപോലെ യെല്ലോ ഒക്കെ കളറിലുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് അവിടുത്തെ വേറൊരു കുളമാണ്. ഇതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, കാണാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ വേറൊരു കുളമാണ്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ കുളത്തിലൊരു മീനുണ്ട് കേട്ടോ. ഇതെന്ത് മീനാന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന് മുമ്പ് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഉണ്ട് ബ്ലാക്ക് കളറിൽ. അത് ഇളകണമെന്നില്ല. അപ്പോൾ മക്കൾ ചെറിയ ചെറിയ കല്ലെടുത്തുകൊണ്ട് ഇതെന്താ ഇളകാത്തതെന്ന് ചോദിച്ച് കല്ലെടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ. അത് ഇളകി കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് മക്കൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏതാണ് മീൻ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ഇടണം, മറക്കരുത്. ഇതിൻ്റെ പേര് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരുപാട് സമയം നമുക്കവിടെ ചിലവാക്കാം. പൈസ 20 രൂപ കൊടുത്തിട്ട് തന്നെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യാഷും ഒന്നും നമുക്ക് ആവശ്യമില്ല. എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ മാത്രം പിന്നെ ക്യാഷിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു വലിയൊരു തോടുണ്ട് കേട്ടോ. അപ്പോൾ ആ തോടിൻ്റെ മുകളിലൂടെ ആയിട്ട് തൂക്കുപാലമുണ്ട്. അപ്പോൾ മക്കൾ അതിലൂടെ ഇങ്ങനെ ചാടി ചാടി കളിക്കുകയാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് കേട്ടോ. തൂക്കുപാലം മേലെ ഉണ്ട്. അതിന് താഴെ വരുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിലൊരുപാട് മീനുകളുണ്ട്. വെള്ളം ഒരു ഗ്രീൻ കളറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മീനുകളുണ്ടോയെന്ന് ശരിക്കും കാണാൻ കഴിയില്ല. പക്ഷേ ആ തൂക്കുപാലത്തിൽ കൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ കാണാൻ കഴിയും. ഇതുപോലെയാണ് ഈ തോട് ഫുള്ള് ഇത്തരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ആയിരക്കണക്കിന് മീനുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ ബോട്ടിങ് നടത്തുന്നുണ്ട്.
ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബോട്ടിങ്ങിന് നമ്മൾ വേറെ ക്യാഷ് കൊടുക്കണം കേട്ടോ, അല്ലാത്ത ഒന്നിലും നമുക്ക് ക്യാഷ് വേണ്ട. മക്കളൊക്കെ അത് കണ്ടങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ മീനിൻ്റെ പേര്, അലിഗേറ്റർ ഗാർ എന്നാണ് കേട്ടോ മീൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മീനിനെ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അങ്ങനെ എല്ലാവരും സ്ട്രോബെറി ഐസ്ക്രീമാണ് വാങ്ങിയത്. ആർക്കും വെറൈറ്റി വാങ്ങിയിട്ടില്ല. ഒന്ന് വാങ്ങിയാൽ പിന്നെ എല്ലാവർക്കും അത് തന്നെ വാങ്ങാമെന്ന്. പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. 10 പേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി. ഞങ്ങളങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിൽ വന്നിങ്ങനെ കഴിക്കുകയാണ്. ഈ ഒരു ബോട്ടിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം കേട്ടോ, എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, പൈസൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ചില ആളുകളൊക്കെ ചായയും കടയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് കുടിക്കുന്നുണ്ട്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചു. പിന്നെ മക്കൾക്ക് വെള്ളം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെള്ളം വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവർ മുകളിൽ ഇങ്ങനെ കയറാം കേട്ടോ. അതിലും വലിയ ആളുകൾക്ക് ചെറിയ ആളുകൾക്കൊക്കെ കയറാം കേട്ടോ. മക്കൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആവേശത്തിൽ ഇവർ ചെരുപ്പൊക്കെ താഴേക്ക് വലിച്ചെറിയാണ്ടോ, ചെരുപ്പൊന്നും വേണ്ട പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കുതിരസവാരി കണ്ടത്. ഇത് കുതിരേനെ നോക്കുന്ന ആളെന്നെ, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ പതുക്കെ പോവുള്ളൂ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുതിരസവാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ, പതുക്കെ പോവുള്ളൂ. പിന്നെ ഇനി കുറച്ച് ജീവികളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുയലുകളാണ് കേട്ടോ. അപ്പോൾ മുയലുകൾക്ക് വള്ളിയും ഇലയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ലിതൂസ്. എന്തെങ്കിലും ജീവനെ കണ്ടിട്ട് അതിന് തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ലിതൂസിന് ഭയങ്കര സങ്കടമാണ്. പിന്നെ ആ ഒരു സങ്കടം ദിവസം തോറും കൂടി വരും. അപ്പോൾ അത് അവനും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു, അവൻ്റെ ഇഷ്ടത്തിന്. അങ്ങനെ അവന് തിന്നാൻ കൊടുക്കുകയാണ്. പക്ഷേ മുയലുണ്ടോ വരുന്നത്, മുയൽ അവിടെ തന്നെ നിൽക്കട്ടെ, മുയൽ എപ്പോഴും തിന്ന് വയറ് നിറഞ്ഞു. ആ കാഴ്ചകളും കണ്ട് രാത്രി ഞങ്ങൾ വട്ടപ്പാടത്തേക്ക് യാത്ര തിരിച്ചു വന്നപ്പോൾ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും.